അത് പറയാൻ പറ്റില്ല. സിനിമ കാണണം അപ്പോൾ അറിയാം. ബാസിയുടെ കംബാക്ക് എന്ന് പറയാനായിട്ട് അങ്ങനെ ബാസി മാറി നിന്നിട്ടുള്ളൊരിതില്ലല്ലോ. ഇതിൻ്റെ ക്ലൈമാക്സ് വരുമ്പോഴേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ക്ലൈമാക്സ് ആണ്. കുഴപ്പമില്ല ബ്രോ, കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കുക, കൊള്ളാം. ട്വിസ്റ്റൊക്കെ ഉണ്ട് ലാസ്റ്റ്. സാമാന്യമുള്ളൊരു പടം, വലിയ പടമല്ലെങ്കിലും കാണാൻ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായിട്ട് അഭിനയിച്ചു. സിനിമ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. അത് പറയാൻ പറ്റില്ല. സിനിമ കാണണം അപ്പോൾ അറിയാം. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ട്വിസ്റ്റ് ഉണ്ട്, കാണാണ്ട് ഓൺ ടൈം വാച്ചബിളാണ്. ശ്രീനാഥ് അടിപൊളി സസ്പെൻസ് ത്രില്ലറാണ്, ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് പക്ഷേ ഫുള്ള് ട്വിസ്റ്റാണ്. നല്ല പടം. ബാസിയുടെ കംബാക്ക് എന്ന് പറയാനായിട്ട് അങ്ങനെ ബാസി മാറി നിന്നിട്ടുള്ളൊരിതില്ലല്ലോ. ബാസിയുടെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഇപ്പോൾ കാണേണ്ട പടമാണ്, ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. സിനിമ നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആണെങ്കിലും ഇതിൻ്റെ ക്ലൈമാക്സ് വരുമ്പോഴേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ക്ലൈമാക്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ ആ മേക്കിംഗ് വളരെ നന്നായിട്ടുണ്ട്. പടം സൂപ്പറാണ്. ബാസിയുടെ ഒരു തിരിച്ചുവരവാണ്. സൂപ്പർ, നല്ല ഒരു പടം. ക്ലൈമാക്സ് കൊള്ളാം. ലാസ്റ്റ് 15 മിനിറ്റ് ഒരു ഫാമിലി ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. ത്രില്ലറാണ് സംഭവം, ഒരു വെറൈറ്റിയാണ്, നല്ലൊരു പടമാണ്, കാണാൻ പറ്റിയ സൂപ്പർ. തിരിച്ചുവരവായിട്ടാണ് കാണാൻ ത്രില്ലിംഗ് ആണ്. ക്ലൈമാക്സ് ഒക്കെ ഒരു 15 മിനിറ്റ്, ലാസ്റ്റ് ഒരു 15 മിനിറ്റ് സൂപ്പറാണ്. നന്നായിട്ടുണ്ട്, നല്ല സിനിമ ഉണ്ട്. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഉണ്ട്, നന്നായിട്ടുണ്ട്. തിയേറ്റർ വാച്ച് മൂവി. നല്ല പടം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നന്നായിട്ടുണ്ട്, നല്ല ഇതാണ്. ക്ലൈമാക്സും നല്ലത്. ശ്രീനാഥ് ബാസി തകർപ്പ് അഭിനയം, പിന്നെ ലാലും നല്ല അഭിനയം. നല്ല സിനിമയാണ്, അടിപൊളിയായിരുന്നു. നല്ല ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ത്രില്ലറുമാണ്, ഫാമിലി മൂവിയാണ്, അടിപൊളിയാണ്. ബ്രോ പടം കൊള്ളാം, പടം നൈസാണ്, നൈസ് പടം. ബാസി ഒരു രക്ഷയില്ല, ഉണ്ട്. സെക്കൻഡ് ഹാഫ് ട്വിസ്റ്റാണ് ഫുള്ള്. പടം സൂപ്പറായിരുന്നു ചേട്ടാ. പടം അവൻ്റെ ലാസ്റ്റ് ട്വിസ്റ്റാണ് കൊള്ളാമെന്നുള്ളത്. അത് നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. അവൻ്റെ അഭിനയമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അത് കൊള്ളാം, സൂപ്പറായിരുന്നു. നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു. നല്ല ട്വിസ്റ്റൊക്കെ അടിപൊളി, ക്ലൈമാക്സ് എല്ലാം അടിപൊളി. വിളിച്ചു കുഴപ്പമില്ല ബ്രോ, കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കുക, കൊള്ളാം. ട്വിസ്റ്റൊക്കെ ഉണ്ട് ലാസ്റ്റ്, കുഴപ്പമില്ല, കൊള്ളാം. ബാസിയുടെ അഭിനയം കൊള്ളാം. സെക്കൻഡ് ഹാഫിനുള്ള ഒരു കഥ ഉണ്ട്. ഈ പടത്തിൻ്റെ അസോസിയേറ്റാണ്. എല്ലായിടത്തും നല്ലൊരു അഭിപ്രായം പറയുന്നത് കേട്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്രയും ഒരു 80 ദിവസം ഷൂട്ട് ചെയ്ത പടമാണിത്. ആ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത്രയും ക്രൗഡ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അവരെല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്തൊരു നല്ലൊരു ഫിലിമായിരുന്നു ഇത്. പടങ്ങളുള്ള നല്ല പടമാണ്. സെക്കൻഡ് ഹാഫിനുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ശ്രീനാഥ് ബാസിന് നല്ലൊരു പടമാണ്. 2 മണിക്ക് നല്ലടിക്കാൻ നല്ല പടമാണ്. സിനിമ അടിപൊളിയാണ്, വൻ ട്വിസ്റ്റായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല. സാമാന്യമുള്ളൊരു പടം, വലിയ പടമല്ലെങ്കിലും കാണാൻ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ ബ്രോയെ, ഞാൻ പറഞ്ഞ് മടുത്ത്. നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആണ്. ആയിരിക്കും, നോക്കാം. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ക്ലൈമാക്സ് പൊളിച്ച് ആ ഒരു ട്വിസ്റ്റ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഉണ്ടോ? സെക്കൻഡ് പാർട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് നല്ലതല്ലേ? സെക്കൻഡ് പാർട്ട് കണ്ടിന്യൂഷൻ. ഒരു അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഇത്രയും ത്യാഗം സഹിച്ച ഒരു മകൻ. സൂപ്പർ, ഫസ്റ്റ് ക്ലാസ്. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായിട്ട് അഭിനയിച്ചു.